5 പടക്കം 5 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ശരി, ഈ കാണുന്നതാണ് ഓലപ്പടക്കം. ഇത് ഞാൻ 5 എണ്ണം എടുത്തിട്ട് 5 എടുത്ത് ഒളിപ്പിച്ച് വയ്ക്കും. ഓരോരുത്തർ അത് കണ്ടുപിടിക്കണം. എന്നിട്ട് കണ്ടുപിടിക്കുന്ന ആൾ ഇത് പൊട്ടിക്കണം. അതിപ്പോൾ ഞാനായാലും ഈ കാണുന്ന മിട്ടു ആയാലും പോയി പൊട്ടിച്ചേ പറ്റും. അതാണ് ഇന്നത്തെ ടാസ്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലടാ? ഞാൻ ഈ പടക്കം ഈ സൗണ്ടിൻ്റെ അകത്ത് എൻ്റെ വീട്ടിൻ്റെ, അതായത് ഈ കാണുന്ന വീടിൻ്റെ അകത്തില്ല, ഈ വെളിയിൽ, അതായത് ഇവിടെ ഇത്രയും ഈ കാണുന്ന ഇത്രയും സ്ഥലത്തെ വെക്കുള്ളൂ. വീട്ടിൻ്റെ വെളിയിൽ വെക്കൂല, ഗാറ്റിൻ്റെ വെളിയിൽ വെക്കൂല, വീട്ടിൻ്റെ അകത്ത് വെക്കൂല. ഗാറ്റിൻ്റെ വെളിയിലും വെക്കൂല, വീട്ടിൻ്റെ അകത്ത് വെക്കൂല. ഈ കാണുന്ന ഇവിടെ നമ്മളെ കാണുന്ന ഈ കാണുന്ന സ്ഥലത്ത് വെക്കുള്ളൂ. നീ അവിടെ തിരിഞ്ഞില്ല, എല്ലാവരും അവിടെ തിരിഞ്ഞില്ല. 5 എടുത്ത് ഒളിപ്പിക്കും. 5 പേര് ഒരാളെ 5 പടക്കം ഒരാളെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഒരാൾ തന്നെ 5 പടക്കം വെക്കണം. ശരി, ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവരും തിരിഞ്ഞിരിക്കണം. കിച്ചു ആണെങ്കിൽ കണ്ണാടി നോക്കിയൊക്കെ തിരിഞ്ഞിരിക്കണം. അതെ, അങ്ങോട്ടല്ല കിച്ചു, അല്ല അങ്ങോട്ടില്ല, ഇല്ല എവിടെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇനി ഇവനെ ഒളിപ്പിക്കണം. ഞാൻ ഒളിപ്പിക്കാൻ പോവുകയാണ്. എല്ലാണോ ചെവരോട് നോക്കി നിൽക്കണം. അപ്പോഴത്തെ ഞാൻ ഒരെണ്ണം ഒളിപ്പിച്ചിട്ട് വരാം. ആദ്യം ഒരെണ്ണം ഒളിപ്പിക്കാം കേട്ടാ. ആദ്യം ഒരെണ്ണം കണ്ടുപിടിക്കണേ, ഇത് പൊട്ടിക്കണം. നിങ്ങൾ മൊത്തം വീടിൻ്റെ അകത്ത്, വീട്ടിൻ്റെ അകത്ത് നിങ്ങളതിന് വിശ്വാസമില്ല. വീട് എല്ലാം വീട്ടിൽ ഡോറടച്ചോ കഥ അടച്ചോ കിച്ചു, കഥ അടച്ചോ. ഗൈസാരി കഥ അടച്ചു. ഓരോന്നിട്ട് ഒളിപ്പിക്കാം. ഇവനെ കാണുന്ന ചട്ടിക്കകത്ത് വയ്ക്കാം. ഒരുത്തൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണത്തെ എടുത്തിട്ട് അത് അടുത്തു. ഇവനെ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറ്റാം. ഇതിൻ്റെ അകത്ത് ഒരെണ്ണം വയ്ക്കാം. വേറെ ഒന്നിനെ ഇതടുത്ത് മൂന്നാമത്തേനെ എടുത്തിട്ട്, ഇത് മൂന്നാമത്തെ നമുക്ക് വന്നിട്ട് അതൊരു ഓപ്പൺ സ്പേസ് വയ്ക്കാം. ഇത് സ്പേസ് കണ്ടോ? ഒന്നിവിടെ വയ്ക്കാം. ഇനി 3 നാലാമത്തേനെടുത്തിട്ട് നാലാമത്തത് നമുക്ക് ഇവിടെ വയ്ക്കാം അല്ലേ? ഓപ്പൺ ആയിട്ടെ, ഒന്ന് ഓപ്പണാണേ. ലാസ്റ്റ് ഇനി ലാസ്റ്റത്തെ ഒരെണ്ണം, 5ാമത്തെ ഒരെണ്ണം എടുത്തിട്ട് ഇതിനെ എവിടെ വയ്ക്കാം? മെയിൻ ഇത് എവിടെ വയ്ക്കാം? മൈൻഡ് തിരിച്ച് വയ്ക്കാം. എവിടെ വയ്ക്കാം? ബൈക്കിൻ്റെ അകത്ത് വയ്ക്കാമെന്ന്. ശരി, ഇതിനെ മൈനി പറഞ്ഞ പോലെ അമ്മര് കേട്ടോണ്ടിരിക്കണായിരിക്കും. ബൈക്കിൻ്റെ ഇട ഒരെണ്ണം അവിടെ. അപ്പോൾ 5 പടക്കം 5 എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഇവിടെ, 2 അവിടെ, മൂന്നാമത്തത് കാണുന്ന അവിടെ, 4 അവിടെ, 5 ഇവിടെ, ബൈക്കിൻ്റെ ഇവിടെ. അപ്പോൾ സെറ്റാണ്. ഇനി അവന്മാരെ വിളിക്കാം. എല്ലാവരും വാ. ഓക്കെ, 5 പടക്കം 5 എടുത്തേ. 5 പടക്കം 5 എടുത്ത്. അപ്പോൾ ഈ ഫസ്റ്റ് പടക്കം പൊട്ടിച്ചിട്ട് അടുത്തോടാൻ കണ്ടുപിടിക്കാന്നാ. കണ്ടുപിടിക്കാം. ഒരാള് നല്ല അന്തസ്സായിട്ട് നോക്കണം. എന്തുണ്ട് അവിടെ നോക്കണ? അത് വെച്ചില്ല. 5 വെച്ചോ. അത് വെച്ചില്ല. അതില്ല. ഇനി 4 ഉണ്ട്. ഇനി 4 പടക്കമുണ്ട്. മിട്ടു, നീ കണ്ടുപിടിക്കുവോ? അവിടെ എന്തുണ്ടാ നോക്കണ? നീയൊക്കെ എന്താ? ഞാൻ വെച്ച സ്ഥലത്ത് തന്നെ 2 എവിടെ ഇരുന്നു? അപ്പൊ 2ാമത്തെയും കിട്ടിയിട്ട് 2 എണ്ണം കിച്ചു എടുത്തേ. 2 പടക്കം കിച്ചുവിന് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടൊന്നും വെച്ചില്ല. അങ്ങോട്ടൊന്നുമില്ല. ഇത് കണ്ടുപിടിക്കണം. തീപ്പെട്ടി.
അങ്ങനെ മൂന്നാമത്തെ പടക്കം കിട്ടി. 3 കിച്ചുവിനാണ് കിട്ടിയത്. അങ്ങനെ 3 പടക്കം കിച്ചുവിന് കിട്ടി. അങ്ങോട്ടൊന്നുമില്ല ഗൈസ്. ഇനി 2 പടക്കം ഗൈസ്. ഇനി 2 പടക്കം കൂടെ കിട്ടാറുണ്ട്. 3 എണ്ണം കിച്ചനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി 2 പടക്കം കൂടെ. അത് എവിടെയൊക്കെയാണെന്ന് എനിക്ക് നിങ്ങൾക്ക് അറിയാം, ബാക്കിയായിരിക്കും അറിയത്തില്ല. എവിടെ എടാ 2 അവിടെ നോക്കാടാ, വേറെ സ്ഥലത്തൊക്കെ പോടാ. ആ ശരി, ഞാനൊരു ക്ലൂ തരാം. ഒരു സാധനം അങ്ങനെ 4 എണ്ണം കിച്ചു കാണാം. അതെ, എൻ്റെ ഏറ്റവും ട്വിസ്റ്റ് എന്ന് വെച്ചാൽ കണ്ടുപിടിക്കണമെന്ന് പടക്കം പൊട്ടിക്കേണ്ട. അപ്പോൾ ഇവിടെ ക്ലൂ എന്ന് വെച്ചാൽ ഈ സാധനം ഡെയിലി യൂസ് ചെയ്യും കേട്ടാ. ആ സാധനം ഞാൻ ഡെയിലി യൂസ് ചെയ്യും. ആ യെസ്, വണ്ടിക്കകത്ത്. അത് ഞാൻ അവിടെ വെച്ചോ. ആ ഞാൻ ഡെയിലി കിട്ടി 4 എണ്ണം കിട്ടി. അപ്പോൾ ഇവന് അപ്പോൾ ഇതിൽ കൂടുതലും കണ്ടുപിടിച്ച കിച്ചുവാണ്. അപ്പോൾ ആദ്യം ആ ശരി. അപ്പോൾ ഇനി ഒന്ന് ഞാൻ അവിടെ വെച്ചിരുന്നു, കുഴപ്പമില്ല. അപ്പം നമ്മള് ശരി. ഇപ്പോൾ 4 പടക്കം കിട്ടിയ കിച്ചുവാണ് ആദ്യം തുടക്കം പൊട്ടിക്കാൻ പോകണം. അപ്പോൾ കിച്ചുവിന് ടാസ്ക് ഉണ്ട്. പടക്കം കത്തിച്ചിട്ട് ഓടാൻ പോലെ ടാസ്ക്കാണ്. പടക്കം പൊട്ടിച്ചിട്ട് അവിടെ തന്നെ ഓടാൻ മതി. ഒറ്റോ പടക്കം അപകടകാരിയായോണ്ട് മാത്രം ക്യാൻസൽ ചെയ്തിരിക്കണം. എനിക്ക് 2 കിട്ടി, വണ്ടിയുടെ ഇടയിൽ കിട്ടി. അപ്പോൾ നമ്മൾ പടക്കം പൊട്ടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ കാണുന്ന ബേസ്മെന്റ് ഉണ്ട്. കാണുന്ന ബേസ്മെന്റ്, അതിൻ്റെ അവിടെ വെച്ചിട്ട് ഓടിത്തള്ളും. അപ്പോൾ നമുക്ക് നേരെ പടക്കം പൊട്ടിക്കാൻ പോകാം. സ്റ്റാൻഡ് ഇവിടെ, ഞാനാണ് ഈ സ്റ്റാൻഡിൽ ഫോണ് ചെയ്ത് വയ്ക്കാം. ആ എടുത്താൻ വന്ന് വരുന്നിട്ടുണ്ട്. പടക്കം അപകടകരമായതുകൊണ്ട് മിട്ടുവിനും വിനീഷിനും പടക്കം പൊട്ടിക്കാൻ നമുക്ക് പിന്നെ ചാൻസ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ പടക്കം തരണം, ഞാൻ കമ്പിത്തിരി തരാം. പടക്കം ഡേഞ്ചറാണ്, വെക്കണ്ട. വിജില് പോലെയല്ല ഓലപ്പടക്കം. ഇല്ല അത് ഇല്ല, ആൾക്കാർ വരക്കോ കേടാ. നിങ്ങൾ കമ്പിത്തിരി കൊഴപ്പം തരാം. ഈ കമ്പിത്തിരി കുഴപ്പം നിങ്ങൾ വെച്ചോ. നിങ്ങൾ വെച്ചോ. ഇത് നമുക്ക് കൊടുത്താലേ തരുള്ളൂ, എനിക്കറിയാം. ആ ശരി ശരി. അപ്പോൾ അത് ഒന്ന് നീ എടുത്തോ. രാത്രി കമ്പിത്തിരി കത്തിച്ചാ എന്തിന്? ഇവിടെ പടക്കം കൊച്ചു പിള്ളേരടാ. അതിന് നീ പടം കണ്ടുപിടിച്ചില്ലല്ലോ. ഇവിടെ നീ ഇങ്ങനെ പെടാൻ കാണിച്ച ആൾക്കാർ എന്ത് ചോദിക്കും നിന്നെ കൊച്ചിയില്? രാത്രി കണ്ട ഇവനെ കണ്ട. അപ്പൊ നമ്മളങ്ങ് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ഞാൻ തന്നെ വെക്കാന്ന് വെച്ചത് അതായിരുന്നു പടക്കം. ഇതാണ് പടക്കം. അപ്പോൾ ഇങ്ങനെ തീപ്പെട്ടി കത്തിച്ച് ഫസ്റ്റ് തീപ്പെട്ടി കൊളുത്തി. കത്തിരടാ നീ. അപ്പോൾ കിച്ചു തീ കത്തിക്കുകയാണ്. പേടിക്കാതെ പിള്ളേർക്ക് പടക്കം കൊടുക്കുന്ന ആപത്താണ്. എന്നാലും പിള്ളേരങ്ങനെ കൊച്ചിലെ നമ്മളിങ്ങനെ തളർത്താൻ പാടില്ല. എന്താ വിട്ടു വേടാ, വിട്ടു ഉണയ്ക്കാൻ പോണം. ഇന്ന് നീ അറിയും നീ എങ്ങനെയാണെന്ന്. അയ്യോ മിട്ടിനെ കാണാനില്ല.
ഗൈസ് വിട്ടു വെച്ചു. പൊട്ടിയാടാ. ഈ ചെറിയ അമ്മട്ട് വെച്ച വില്ലന്റെ വേണം ഈ ചെറിയ പടക്കം വെച്ചത്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഇത്രേ ഉള്ളൂ. ബാക്കി 4 നമ്മളങ്ങ് പൊട്ടിച്ചോളാം. ഓക്കെ ബൈ. ദീപാവലി കഴിഞ്ഞിട്ടാണ് ഈ വീട് ഇടുന്നത്. കാണണമെന്നല്ല, ഇവനാണ് പടക്കം കൊണ്ടുവരണം. തമിഴ്നാട്ടിലായിരുന്നു, പിള്ളേരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ. ദീപാവലി എത്ര വർഷമാടാ? ദീപാവലി 1 മാസം കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പിന്നെ ചേട്ടാ ഒരു മാജിക് ചെയ്തു തരും. ആ മാജിക്കും കൂടി ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ ബൈ ഗൈസ്. ഗൈസ് ഇതാ കിച്ചു തിരി കത്തിക്കുകയാണ്. കത്തിരടാ കിച്ചു, കത്തിരടാ കിച്ചു, കത്തിരടാ. കത്തിയാ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നത്തെ എടുത്തോളൂ. ഓക്കെ ബൈ. ഒരു ബൈ വാ എല്ലായിടത്തും. ടാറ്റ. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ എല്ലായിടത്തും. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ. ടാറ്റ പറ. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയണം എല്ലായിടത്തും. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്.